ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡിൻ്റെ സമയം മുതൽ ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ആയിട്ടുള്ള വീരഭദ്രാസനയെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് വാരിയർ പോസ് 2 അല്ലെങ്കിൽ വീരഭദ്രാസന. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീരഭദ്രാസനയെ പറ്റിയിട്ടുള്ള ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് യോഗ ഇൻസ്ട്രക്ടർമാർ ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ലിങ്ക് എനിക്ക് നമ്മുടെ ചാനലിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം മറ്റൊരാളുടെ വീഡിയോ ആണ് നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം. ഇമേജ് കൊടുത്ത പോലെയാണ് നിങ്ങൾ വീരഭദ്രാസന ചെയ്യേണ്ടത്. നമ്മുടെ 2 കൈകളും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നീക്കി പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഒരു കാല് പയ്യെ മുട്ടുകുത്തിയിട്ട് തൊടയുടെ പോർഷൻ ഫ്രണ്ടിലോട്ട് ആയുന്ന രീതിക്കും ബാക്കിൽ നമ്മുടെ ലെഗ് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന രീതിക്കുമാണ് വീരഭദ്രാസന ചെയ്യുന്നത്. ഈ ഇമേജ് ശ്രദ്ധിച്ചവർക്ക് അറിയായിരിക്കും, വീരഭദ്രാസന ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് നന്നായിട്ട് തന്നെ അകത്തി പിടിക്കുന്നുണ്ട്. ഇതിങ്ങനെ അകത്തി പിടിക്കുമ്പോഴേക്കും നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് ഓവുലേഷൻ നടന്നതിന് ശേഷമുള്ള സമയത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഫെർട്ടിലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് എംബ്രിയോയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനും ഈ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. നമ്മുടെ ഇടുപ്പ് മാത്രമല്ല, നമ്മുടെ സൈഡും സ്ട്രെച്ച് ആകുന്നു. അതോടെ നമ്മുടെ അബ്ഡോമനും സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ശരീരത്തിലെ സ്ട്രെച്ച് ആകുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഓവറോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വീരഭദ്രാസന ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ പല ആളുകൾക്കും, അതായത് സ്ത്രീകളുടെ കൂടപ്പറപ്പാണെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ബാക്ക് പെയിൻ. ഈ ബാക്ക് പെയിൻ പല ആളുകൾക്കും ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. ഇതൊന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീരഭദ്രാസന ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. സാധാരണയായിട്ട് വീരഭദ്രാസന ചെയ്യുന്നത് നമ്മൾ ഭക്ഷണത്തിന് മുൻപുള്ള സമയത്തായിരിക്കും കുറേയും കൂടി നല്ലത്. കാരണം ഫുഡ് കഴിച്ചിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ആയാസപ്പെട്ട എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആ വയറ് നീര് വീഴുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാല് നിങ്ങൾ അകത്തി പിടിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൈകൾ രണ്ടും 2 വശത്തേക്കും നീക്കി പിടിച്ചിട്ട് നിങ്ങൾ ആ പോസിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു കാല് നമ്മളൊരു 90 ഡിഗ്രിയിലായിരിക്കും വെക്കുന്നത്. കാല് കുത്തി നിർത്തിയിട്ട് തൊടയുടെ പോർഷനും നല്ലപോലെ നീട്ടിയായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു പോർഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്വാസോച്ഛ്വാസം കൃത്യമായിട്ട് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഡീപ്ലി നിങ്ങൾ ഇൻഹെയിൽ ചെയ്ത് സ്ലോലി നിങ്ങൾ എക്സ്ഹെയിൽ ചെയ്യുക. അതായത് ശ്വാസം ഭയങ്കര സ്ലോ ആയിട്ട് ഉള്ളിലോട്ട് എടുത്ത് അതുപോലെ തന്നെ സ്ലോ ആയിട്ട് തന്നെ എക്സ്ഹെയിൽ ചെയ്യാനായിട്ടും ശ്വാസം പുറത്തേക്ക് വിടാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ സ്ഥായിയായിട്ട്, അതായത് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കാതെ മുമ്പിലോട്ട് നിങ്ങൾ വെച്ച കാല് പയ്യെ ഒന്ന് അനക്കി കൊടുക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് കാല് കുത്തി വെച്ചിട്ട് മുൻപോട്ടേക്ക് ആഞ്ഞു പുറകോട്ടേക്ക് നീങ്ങി, മുൻപോട്ട് ആഞ്ഞ് പുറകോട്ട് നീങ്ങി, അങ്ങനെ നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിനേക്കാളും എഫക്റ്റീവ് ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാല് 5 മിനിറ്റ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം പൊസിഷൻ മാറ്റിയിട്ട് അടുത്ത കാല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് 5 മിനിറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഒരിക്കലും ആവേശം കൊണ്ട് 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മുടെ മുട്ടുകാല് അതുപോലെ മടങ്ങി നിന്നിട്ട് നമ്മൾ അനങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു എക്സസൈസ് കഴിയുമ്പോൾ നമുക്ക് ലോവർ പോർഷനിൽ പെയിൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡി അങ്ങനെയൊന്നും അനങ്ങിയിട്ടില്ലല്ലോ. എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെയുള്ള അല്ലാത്തവർക്കൊന്നും ബോഡി അതുപോലെ മൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ബോഡി പെയിൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ബോഡി പെയിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്രമാത്രം എഫക്റ്റീവാണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. അതിനുശേഷം 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു 10 മിനിറ്റ് ആക്കി ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ശരീരമായിട്ട് ആ ഒരു എക്സസൈസ് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് ആക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എംപ്റ്റി സ്റ്റമക്കിൽ ചെയ്യുന്ന സമയത്ത് കുറേയും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും അത് സപ്പോർട്ട് ചെയ്യും. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഓവുലേഷൻ സമയത്ത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് മാത്രം ചെയ്താൽ മതിയോ, അതിന് മുൻപത്തെ സമയത്ത് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് പലർക്കും
എല്ലാവർക്കും സംശയം ഉണ്ടാകും. നിങ്ങൾക്ക് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് ഈ ഒരു എക്സസൈസ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ ബെറ്റർ ഓവുലേഷൻ നടക്കാനായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ അണ്ഡാശയങ്ങളിലോട്ടും ഫലോപ്പിയൻ ട്യൂബിലോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആ ഒരു അണ്ടമെല്ലാം നന്നായിട്ട് മൂപ്പെത്തി പൊട്ടുന്നതിനും അതുപോലെ ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനും സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ സെർവിക്കൽ മ്യൂക്കോസ് ഒക്കെ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കുന്നവർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ അല്ലാത്തവർക്ക് ഇത് ചെയ്യുന്നത് മസ്റ്റായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതിനുശേഷം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടിയാലും ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം ഗർഭസ്ഥ ശിശുവിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് പുരുഷന്മാരുടെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ മൂവ്മെന്റ് കൂടുതൽ നന്നായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കണം. രണ്ടുപേരുടെ ഒരുമിച്ച് നല്ലതുപോലെ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് റെഡ് ബനാന. അപ്പോൾ ഇവിടെ റെഡ് ബനാന എന്ന് പറയുന്നത് നമ്മുടെ ഈ വാഴപ്പഴമെല്ലാം തന്നെ നമ്മുടെ ഒരുപാട് ബെനിഫിറ്റുകൾ, അയണും അതുപോലെയുള്ള വിറ്റമിൻ B6 അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് തരുന്നതാണ് ഈ വാഴപ്പഴം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ച് അവരുടെ ഫെർട്ടിലിറ്റി സാധ്യത ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബനാനയാണ് റെഡ് ബനാന. റെഡ് ബനാന എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ഈ കപ്പപ്പഴം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. നമുക്ക് റെഡ് കളറിൽ തടിച്ച് വീർത്തിട്ടിരിക്കുന്ന ഒരു ബനാനയാണ് റെഡ് ബനാന. അതിന്റെ ആ ഒരു ഷെയ്ഡ്, അതിന്റെ റൈറ്റ്നെസ് അനുസരിച്ചിട്ട് അതിന്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും. പർപ്പിൾ മുതൽ ആ റെഡ് കളറിലോട്ടും ഇത് എത്തുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഈ റെഡ് ബനാനയിൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുകളും ഇത് എങ്ങനെ സ്ത്രീയെയും പുരുഷനെയും സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കിയാലോ. റെഡ് ബനാനയിൽ പൊട്ടാസ്യം ഉണ്ട്, വിറ്റമിൻ C ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്. അത് മാത്രമല്ല ഒരു സ്മോൾ പോർഷൻ ഓഫ് റെഡ് ബനാനയിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ഫാറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, വിറ്റമിൻ C ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടന്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പുരുഷന്മാരിലും അതുപോലെ തന്നെ സ്ത്രീകളിലും ഒരുപോലെ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. പുരുഷന്മാരിൽ എന്ന് പറയുന്നത് അവരുടെ സ്പേമിന്റെ കൗണ്ടും അവരുടെ മോട്ടിലിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ സ്ത്രീകളുടെ ഫാക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് വരുന്നത് പോലെ തന്നെ പുരുഷനിലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെമന്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് കൊണ്ടുവന്ന് തരും. അപ്പോൾ അവിടെ ഹസ്ബൻഡിന്റെ സ്പേം നിങ്ങളുടെ സ്ട്രോങ് ആണെങ്കിൽ അതിനൊന്നും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കിയും അതുപോലെ സ്ട്രോങ് ആക്കിയും എടുക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് ബനാന യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, സ്പേം കൗണ്ടിന് വിസ്കോസിറ്റിക്കും അതുപോലെ അതിന്റെ ലിക്വിഡേഷൻ ടൈമിനൊക്കെ വ്യത്യാസമുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് അതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതിന് അതിനെ നോർമൽ സ്റ്റേജിലോട്ട് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ A, വിറ്റമിൻ B1, വിറ്റമിൻ C എന്നിവയെല്ലാം നമ്മുടെ ആ ഒരു സ്പേം സെൽസിന്റെ പ്രൊഡക്ഷൻ ഒന്നുകൂടി സ്ട്രോങ്ങും അതുപോലെ കുറേയും കൂടി ക്വാണ്ടിറ്റിയിൽ കുറേയും കൂടി ഹയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല റെഡ് ബനാനയിൽ അടങ്ങിയിട്ടുള്ള ബ്രോമലിൻ എന്ന എൻസൈം ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുകയും പുരുഷന്റെ സെക്ഷൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. പുരുഷന്റെ സെക്ഷൽ പെർഫോമൻസിനെ അനുസരിച്ചിരിക്കും സ്ത്രീ എത്രത്തോളം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ് എന്നതിനെ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ എത്രത്തോളം ഒരു ഓർഗാസം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് സ്ത്രീക്ക് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ആ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ, സ്പേമിന്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സമയത്ത് സ്ത്രീയും കൂടി കുറെ കൂടി ഓർഗാസം ആയിട്ട് ഫുൾ ഒരു പീക്കിലെത്തിയിട്ടിരിക്കുന്ന സമയമാണതെങ്കിൽ ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നതിനും സെർവിക്സ് ഒക്കെ എളുപ്പത്തിൽ നിന്ന് ഡൈല്യൂട്ട് ആവുന്നതിനും അതുപോലെ സ്പേമിനെ വളരെ വേഗത്തിൽ അകത്തേക്ക് കടന്നു പോകുന്നതിനും വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അങ്ങനെ പുരുഷന്റെ സെക്ഷൽ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്തെന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകളാണ്. സ്ത്രീകളിൽ ഈ വിറ്റമിൻ B6 ഗുണങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ മെൻസ്ട്രേഷൻ ഒന്ന് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കുന്നു. റെഗുലർ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് 21 to 35 അതാണ് നമ്മുടെ റെഗുലർ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകുന്നുണ്ടെങ്കിൽ, അതിലധികം കുറവായിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നമുക്ക് എഗ്ഗ് വളരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ ഒരു സ്ത്രീ ആർത്തവമായിട്ടുള്ള ആ ഒരു സമയം തൊട്ട് തന്നെ അവൾക്കൊരു 36 അല്ലെങ്കിൽ ഒരു 38 ആണ് പോകുന്നതെങ്കിൽ നമുക്ക് അതിനൊരിക്കലും ഇറഗുലർ
ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ആ ഒരു സമയം മുതൽ തന്നെ അങ്ങനെയാണല്ലോ പോകുന്നത്. എന്നാൽ പ്രത്യേക ഒരു സമയം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമുക്ക് മെൻസ്ട്രേഷൻ ഇറഗുലർ ആവുക, നമുക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുക, ഡേറ്റ് ഒരുപാട് ഡിഫറൻസ് വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രേഷൻ ഇറഗുലർ ആകും. ഇറഗുലർ മെൻസ്ട്രേഷൻ നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയും. നമ്മൾ മെഡിസിൻസ് എടുത്തിട്ട് എഗ്ഗ് പൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടാക്കണമെന്നോ ആ ഒരു പ്രഗ്നൻസി നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ മെൻസ്ട്രേഷൻ ആദ്യം റെഗുലർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. 21 to 35 അല്ലാതെ നമുക്ക് മെൻസ്ട്രേഷൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫോളിക്കുലർ സ്റ്റഡി നടത്തിയിട്ട് ഡോക്ടറെ സമീപിക്കുക. ഫോളിക്കുലർ സ്റ്റഡി നടത്തി അണ്ടം വളരുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതുമായിട്ട് മുൻപോട്ട് പോകാം. പക്ഷെ അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ മെഡിസിൻസ് എടുക്കേണ്ടി വരുന്നുണ്ട് അണ്ടം പൊട്ടാനെങ്കിൽ അവിടെ നമ്മുടെ മെൻസ്ട്രേഷൻ റെഗുലർ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം കേട്ടോ. അതിന് ഈ ഒരു കപ്പപ്പഴം കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ഫോർട്ടിലിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം ഇമ്മ്യൂണിറ്റി നമുക്ക് വീക്ക് ആവുന്നതോറും നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയാസും വൈറസും ഒക്കെ കടന്നുകൂടുന്നതിന് അത് സഹായിക്കുന്നു. ഇത് നമ്മളെ ഫോർട്ടിലിറ്റിയെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് അത് കാരണമാവുന്നു. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഫോർട്ടിലിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ പൊട്ടാസ്യം ഇതിലടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള സെറട്ടോണിൻ എന്ന ഹോർമോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സെറട്ടോണിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോണിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള കണ്ടൻസ് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ നമ്മളുടെ ആൻസൈറ്റി റിഡ്യൂസ് ചെയ്യുന്നു. ആൻസൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം മുതൽ ഓരോ സ്ത്രീക്കും ഭയങ്കര ആൻസൈറ്റിയാണ്. പ്രഗ്നന്റ് ആകുമോ, ലക്ഷണങ്ങൾ വരുന്നുണ്ട്, പോസിറ്റീവ് കിട്ടുമോ, ഇങ്ങനെയുള്ള ഓരോ തിങ്കിങ് നമുക്ക് വരുമ്പോഴേക്കും ഈ ആൻസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് നമ്മളിൽ അഡ്വേഴ്സ്ലി നമ്മുടെ ആ ഒരു ഫോർട്ടിലിറ്റിയെ അത് അഫക്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പപ്പഴം കഴിക്കുന്നത് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റാ കാരോട്ടിൻ ഏർലി മിസ്കാരേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഏർലി മിസ്കാരേജ് പലർക്കും അവരറിയാതെ തന്നെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. കെമിക്കൽ പ്രഗ്നൻസി ആയിട്ടും അതുപോലെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പോസിറ്റീവ് കിട്ടി 2-3 ദിവസം കഴിയുമ്പോൾ ബ്ലീഡിംഗ് ആവുകയും ശരീരം തന്നെ അബോർട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. കുഞ്ഞിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും ഇല്ലാതെ, ഫീറ്റൽ പോൾ കാണാതെ, യോഗ് സാക്ക് കാണാതെ അങ്ങനെ പ്രഗ്നൻസി നമുക്ക് നഷ്ടമായി പോകാറുമുണ്ട്. ഇതിനൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ, ആ ഒരു പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെഡ് ബനാന ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് റെഡ് ബനാന ഉപയോഗിക്കുന്നതിനുള്ള ബെനിഫിറ്റ്. ഇനി ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ. പുരുഷന്മാർക്ക് ഏകദേശം എല്ലാ സമയത്തും ഇത് ഉപയോഗിക്കാം. ഒരു മാസത്തിൽ എത്ര സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷെ സ്ത്രീകൾ ഏകദേശം ഒരു ഓവുലേഷൻ വരെയൊക്കെ ഇത് ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. എന്നാണോ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് ആ ഒരു ദിവസം വരെ നിങ്ങളിത് ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങളത് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു സ്നാക്കായിട്ട് ഇത് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും നിങ്ങൾ വിശന്നിരിക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് ഇത് സഹായിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ആത്രേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.